every hour. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ കണ്ടത് നാടകീയ നീക്കങ്ങൾ. പാർട്ടി പ്രവർത്തക സമിതി അംഗമായിട്ടും വേദിയിലുണ്ടായിരുന്ന പ്രമുഖരെയെല്ലാം പേരെടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ പേര് മാത്രം വിഴുങ്ങി. ദീപദാസ് മുൻഷി ജി, സച്ചിൻ പൈലറ്റ് ജി, കെ.ജെ. ജോർജ് ജി, സനി ജോസഫ് ജി, വി.ഡി. സതീശൻ ജി, അടൂർ പ്രകാശ് ജി, सुधाकरन जी, रमेश चेन्नीथाला जी, के मुरलीधरन जी, कोडिकुनेल सुरेश जी, M.M. Hassan ji, all the senior leaders on the dais. പ്രമുഖരെയെല്ലാം പേരെടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ പേര് മാത്രം വിഴുങ്ങി. തന്റെ തൊട്ടടുത്തിരുന്നിട്ടും തരൂരിനെ രാഹുൽ കണ്ടില്ലെന്ന് നടിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് നടന്നോ എന്ന സംശയത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. രാഹുൽ എത്തിയാൽ പിന്നെ ആരും സംസാരിക്കില്ലെന്ന് തരൂരിനെ വിശ്വസിപ്പിച്ച് ദീപദാസ് മുൻഷി അദ്ദേഹത്തെ കൊണ്ട് നേരത്തെ പ്രസംഗിപ്പിച്ചു. എന്നാൽ രാഹുൽ വേദിയിലെത്തിയ ശേഷം കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും മൈക്കിന് മുന്നിലെത്തി. വയനാട്ടിൽ തരൂരിനെ ചേർത്തുപിടിച്ചവർ കൊച്ചിയിൽ കൈവിട്ടത് എന്തിന്? കേരളത്തിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ തരൂരിന് ഇനി വലിയ സ്ഥാനമില്ലെന്ന സന്ദേശമാണോ ഹൈക്കമാൻഡ് നൽകുന്നത്? തന്നെ പുകഴ്ത്തുന്നവർ തന്നെ ചതിക്കുകയാണെന്ന തിരിച്ചറിവിലാണ് തരൂർ പക്ഷം. തരൂർ വിരുദ്ധപക്ഷം രാഹുലിനെ സ്വാധീനിച്ചോ? വിശ്വപൗരനെ മൂലക്കിരുത്താനുള്ള ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ പുതിയ ഗ്രൂപ്പ് യുദ്ധത്തിന് വഴിമരുന്നിടുമെന്നുറപ്പാണ്. സച്ചിൻ പൈലറ്റ് ജി, കെ.ജെ. ജോർജ് ജി, सनी जोसेफ जी, वी.डी. सतीशन जी, अदूर प्रकाश जी, सुधाकरन जी, रमेश चेन्नीथाला जी, के मुरलीधरन जी, कोडिकुनेल सुरेश जी, M.M. Hassan जी, all the senior leaders on the dais, and all my brothers and sisters from the local bodies, I'd like to welcome all of you here today. അധ്യക്ഷവേദിയിലെ സമുന്നതരായ നേതാക്കൾ